കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ നമുക്കൊരുമിച്ച് അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതനായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാം നടത്തുകയും സഹായിക്കുകയും പരിപാലിക്കുകയും കരുതുകയും ചെയ്യുന്നല്ലോ. അവൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവരാജ്യ നിമിത്തമുള്ള നമ്മുടെ വളർച്ചകളെ നമ്മൾ തിരുവചനത്തിൻ്റെ വെളിപ്പാടിൽ ധ്യാനിക്കുകയായിരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവവചനത്തിനകത്തു കൂടിയുള്ള വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് ദൈവാത്മാവ് തുറക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മളത് ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളങ്ങനെ കൃത്യമായ റൂട്ടിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയോടെ നമ്മുടെ നടുവിൽ തുറന്നു വരും. കഴിഞ്ഞ പകൽ നടന്ന ആരാധനയ്ക്ക് ശേഷം പലരിൽ നിന്ന് ഞാൻ പല വിധത്തിലുള്ള പ്രത്യേക നിലയിലുള്ള അനുഭവങ്ങൾ ദൈവാത്മാവ് കഴിഞ്ഞ ആരാധനയിൽ നൽകിയത് ഞാൻ കേൾപ്പാനിടയായി തീർന്നു. കഴിഞ്ഞ പകലിലെ ആരാധന സെക്ഷൻ നിങ്ങൾ ആ സന്ദേശം കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ഇന്നലെ ഒരു ദൈവദാസൻ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം, ആ സന്ദേശത്തിൻ്റെ സമാപന സമയം മഹത്വത്തിൻ്റെ തലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ കൺമുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്ന കാഴ്ച സ്പഷ്ടമായിട്ട് താൻ കണ്ട കാഴ്ച എന്നെ നേരിട്ട് വിളിച്ച് പറയുവാനിടയായി തീർന്നു. അത് നമ്മുടെ ചർച്ചിനകത്ത് നടന്ന സംഭവമാണ്. മറ്റൊരു വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞത് അവരുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ കാണത്തക്കവണ്ണമുള്ള ഘടകങ്ങൾ പൊഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, വെളിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ കണ്ട കാര്യം എന്നെ വിളിച്ച് പറയുവാനിടയായി തീർന്നു. ഇത് രണ്ടും ഓഫ്ലൈനായി നടന്ന സംഭവങ്ങളാണ്. ഓൺലൈനിൽ മറ്റൊരു സാക്ഷി ഞാൻ കേട്ടത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് കൃത്യമായി ദൈവാത്മാവ് വെളിപ്പാട് കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ പല വിഷയങ്ങളെ ചൊല്ലി തൻ്റെ മനസ്സ് കലങ്ങുകയും ദൈവ സ്വഭാവത്തിൽ നിന്ന്, ദൈവരാജ്യ വളർച്ചയിൽ നിന്ന് അകന്നുപോയ അകൽച്ചയാൽ അടഞ്ഞുപോയ തൻ്റെ ആ വരം, തൻ്റെ മേലുണ്ടായിരുന്ന ആ ഒരു കൃപയുടെ മേഖല കർത്താവ് കഴിഞ്ഞ പകലിൽ തുറന്നു കൊടുത്ത കാഴ്ചയും തുറന്നു കൊടുത്ത കാര്യവും കൃത്യമായിട്ട് ദൈവാത്മാവ് ഇന്നലെ കാണിച്ച വെളിപ്പാടും എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ദൈവാത്മാവ് നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മുടെ നടുവിൽ തുറക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവാത്മാവ് വീണ്ടും നമ്മെ ആഴമായി സ്പർശിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഫിലിപ്പിൻ്റെ കൈസിൽ വെച്ച് പറഞ്ഞ ഘടകങ്ങളാണ് നമ്മൾ ഇന്നലെ രാവിലെ ചിന്തിക്കുകയും തുടർന്ന് നമ്മൾ താബോർ പർവ്വതം, ഞാൻ ഹെർമോൻ എന്നാണ് ഇന്നലെ അതിൽ പറയുന്നത്. ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടതാണ് ഹെർമോൻ എന്ന്. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ പഠന കാലഘട്ടത്തിൽ ഞങ്ങളത് പഠിച്ചത് താബോർ മല എന്നാണ്. താബോർ മലയ്ക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. പക്ഷെ താബോർ മലയുടെ തൊട്ട് താഴെയാണ് ഈ ബഥാന്യ, നയീൻ പട്ടണം. ഇത് മുകളിലും താഴെയുമായി സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്നലെ ഡേവിസ് ബ്രദർ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഏതായാലും രണ്ട് മല, ഒന്ന് ഫിലിപ്പിൻ്റെ കൈസരിയ, രണ്ട് ഉയർന്ന മല, രൂപാന്തര മല. ഫിലിപ്പിൻ്റെ കൈസരിയിലുള്ള മലയിൽ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ ആരാണ്? പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇന്നലകളിൽ എവിടെയോ വെച്ച് തുറന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് ഫിലിപ്പിൻ്റെ കൈസിൽ വെച്ച് പത്രോസ് തുറന്ന് പറയുന്നു. ഫിലിപ്പിൻ്റെ കൈസിൽ വെച്ച് കർത്താവ് തൻ്റെ സഭ എന്താണെന്ന് തുറന്നു കൊടുക്കുന്നു.
സഭ രൂപീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്താലാണെന്ന് കർത്താവ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു. മനുഷ്യപുത്രൻ കൊല്ലപ്പെടണം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പത്രോസ് കൊല്ലപ്പെടേണ്ട എന്ന് പറയാൻ കാരണം, പത്രോസ് യേശുക്രിസ്തു കൊല്ലപ്പെടേണ്ടെന്ന് പറയാൻ കാരണം, എന്താണ് റിസറക്ഷൻ, എന്താണ് രൂപാന്തരം, എന്താണ് പുനരുത്ഥാനം എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യവും പത്രോസിന് ഇല്ലാതിരുന്നതിനാലാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗം. സഭ സ്ഥാപിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്താലാണ്. സഭയാം കുടുംബത്തിലേക്ക് വന്നവരാരാണ്? ഭൂതകാല നിത്യതയിൽ ഇന്നലെ നമ്മൾ ആ കാര്യം കേട്ടതാണ്. ലിനി സിസ്റ്റർ ആരംഭത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ആ കാര്യം ഓർത്തു. നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പ് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തവരാണ്. ഇങ്ങനെയൊരു ഗ്രൂപ്പിനെ ദൈവം തെരഞ്ഞെടുത്തു വച്ചിരിക്കുകയാണ്. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തു വച്ച ഈ ഗ്രൂപ്പിനെ കുറിച്ച് ആർക്കും അറിവില്ല. ഈ ഗ്രൂപ്പിനെ കുറിച്ചാണ് പല പ്രവചനവാക്യങ്ങളും തിരുവചനത്തിനകത്ത് കിടക്കുന്നത്. അവൻ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്തൊരു തലമുറ ജനിക്കും. അപ്പൊ ഈ ജനിക്കുന്ന തലമുറ ഭൂതകാല നിത്യത എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നിത്യതയ്ക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും ഭൂതവും ഭാവിയൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിത്യതയുടെ പ്രാരംഭ സമയത്ത്, ആദ്യകാലത്ത് ദൈവം ഇങ്ങനൊരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. ദൈവം ഒരു ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു. ദൈവം ആ ഗ്രൂപ്പിനെ മുന്നറിഞ്ഞു. ദൈവം ആ ഗ്രൂപ്പിനെ മുൻ നിയമിച്ചു. അപ്പം തിരഞ്ഞെടുത്ത, മുന്നറിഞ്ഞ, മുൻ നിയമിച്ച ഒരു കൂട്ടം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഹൃദയത്തെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിനെ ഫിലിപ്പിൻ്റെ കൈസിൽ വെച്ച് തമ്പുരാൻ തുറന്നു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടരാണ് നമ്മൾ ആരാണ്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ മുന്നറിഞ്ഞവരാണ്, നമ്മൾ മുൻ നിയമിക്കപ്പെട്ടവരാണ്. പക്ഷെ കുഴപ്പം എന്താണ്? നമ്മൾ പാപികളാണ്. നമുക്കൊരിക്കൽ പോലും ദൈവോന്മുഖമായി മുന്നേറുവാനോ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അകത്തുനിന്ന് പുറത്തു വരുവാനോ ദൈവത്തെ ആഴമായിട്ട് അറിയാനോ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാനോ നമുക്ക് കരുത്തില്ലാതിരിക്കെ കാൽവരിയുടെ കുലത്തളത്തിൽ ചൊരിയപ്പെട്ട തൻ്റെ പുണ്യാഹ രക്തത്താൽ അവൻ കാൽവറിയിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിയുടെ ഇനാഗുറേഷൻ അവൻ ഉയർത്തെഴുന്നേറ്റ് അന്ന് നടന്നു. ആ രക്തം അവിടെ ചൊരിഞ്ഞ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോൾ പുതിയ ഉടമ്പടിയാൽ നാം ഇപ്പോൾ അവൻ്റെ സഹോദരന്മാരാണ്, നാം ഇപ്പോൾ അവൻ്റെ മക്കളാണ്, നാം അവൻ്റെ പുത്രന്മാരാണ്, നാം അവൻ്റെ മണവാട്ടിയാണ്. നമുക്ക് തന്നിരിക്കുന്ന പദവികൾ ഭയങ്കര ഉന്നതമാണ്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ അവൻ്റെ മക്കളാണ്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രശ്നം നാം ഓരോ ദിവസവും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് നാം അവനെ അനുഗമിക്കേണ്ടവരാണ്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കേണ്ടവരാണ്. ആരാണ് ക്രൂശ് ചുമക്കുന്നത്? ഒരു ക്രിമിനലാണ് ക്രൂശ് ചുമക്കുന്നത്. ആരാണ് ഒരു ക്രൂശ് ചുമക്കുന്നത്? ഒരു കുറ്റവാളിയാണ് ക്രൂശ് ചുമക്കുന്നത്. ക്രൂശ് ചുമക്കുന്നതിനാണ്? ക്രൂശിൽ അവസാനിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. ക്രൂശ് കൊണ്ട് ഒരു കുറ്റവാളി അവസാനിക്കുന്നു, ക്രൂശ് കൊണ്ട് ഒരു ക്രിമിനൽ അവസാനിക്കുന്നു. നമ്മോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അവർ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും അതിനെ കണ്ടെത്തിയാൽ, ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ. തന്നെത്താൻ ത്യജിച്ച് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇന്ന് രാവിലെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് കർത്താവെ തന്നെത്താൻ ത്യജിക്കുവാൻ, തൻ്റെ ക്രൂശെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അങ്ങനെ ഒരു മനുഷ്യൻ നോക്കിയ ഈ ഭൂമിയിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുക്കുമ്പോൾ അവൻ എൻ്റർ ആകുന്ന റിലമാണ് ദ റിലം ഓഫ് ഗ്ലോറി. ആ റിലം ഓഫ് ഗ്ലോറിയിൽ എൻ്റർ ആകുന്ന ഒരു വ്യക്തി അവൻ കാണുന്ന തലമാണ്
സ്വർഗരാജ്യത്തിൻ്റെ മഹിമ മനുഷ്യപുത്രൻ. ഇനി വാക്യം ഒരാളൊന്ന് വായിച്ചു. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങളുടെ അകത്ത് കൃത്യമായി പറഞ്ഞു തരികയായിരുന്നു. ഇന്നലെ നമ്മൾ ആരാധനാലയത്തിൽ അത് ഇച്ചിരി വേഗത്തിൽ പ്രസംഗിച്ചു വന്നപ്പോൾ സ്പീഡ് കൂടിയോ എന്നെനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അതിൻ്റെ കൃത്യമായൊരു ചിത്രമാണ് ഞാൻ ഇപ്പോൾ രാവിലെ പറഞ്ഞത്. ഒന്ന് വായിച്ചോ 28ാമത്തെ വാക്യം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 28ാമത്തെ വാക്യം. Verily I say unto you, there is some standing here which shall not taste of death, till they see the Son of Man coming in his kingdom. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരും. ഇത് കർത്താവ് അവരുടെ നടുവിൽ തുറന്നത് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് തൊട്ടടുത്ത 6 ദിവസങ്ങൾക്ക് ശേഷമാണ്. കർത്താവ് അവരെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ ഒരുമിച്ച് കൂട്ടി തനിച്ച് ഒരു മലയിലേക്ക് കൊണ്ടുപോയി. ഈ മലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് താബോർ എന്ന മലയായി ഹെർമോൻ എന്ന പർവ്വതം ഒക്കെ ആയിട്ട് പറയുന്നു. രണ്ടും അക്ഷരാർത്ഥത്തിൽ 2 പർവ്വതമാണ്. രണ്ടിനും ഒരു പേര് പറയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ വിഷയം ഈ പർവ്വതത്തിൻ്റെ പേരുകളൊന്നുമല്ല. അങ്ങനെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. ഇവിടെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് നമ്മുടെ കർത്താവ് മഹത്വീകരിക്കപ്പെടുന്നവ രൂപാന്തരപ്പെട്ടു. and was transfigured before them. അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ്, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഈ അനുഭവം എവിടെ നിന്നാണ് വന്നത്? മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കയറ് കൊണ്ട് കെട്ടിയിറക്കിയ എന്തെങ്കിലുമാണോ? മുകളിൽ വെളിപ്പെട്ട് വന്ന ഒരു മേഘമാണോ? അല്ലല്ലോ. മേഘം അതിൻ്റെ തൊട്ട് പുറകിലല്ലേ ഇറങ്ങി വരുന്നത്. അവർ സംസാരിക്കുമ്പോൾ പ്രകാശമുള്ള ഒരു മേഘം മുകളിൽ നിന്ന് അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നവൻ, ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെങ്കിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇവന് ചെവി കൊടുപ്പിനെന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ 2ാം വാക്യം മേഘത്തിൽ നിന്നല്ല. 2ാം വാക്യം അവൻ്റെ സ്പിരിറ്റിൽ നിന്ന് ഉണ്ടായതാണ്. അവൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നവനാണ്. അവൻ്റെ അകത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും അവൻ്റെ പുറമെയുള്ളത് ഒരു മനുഷ്യ ശരീരത്തിന് തത്തുല്യമായ ഒരു ജഡശരീരവുമാണ്. ആ ശരീരം വചനം ജഡമായതാണ്. നമ്മുടെ ഈ ശരീരത്തിന് തത്തുല്യമായ ഒരു ശരീരമല്ല. പക്ഷേ ഉയർന്ന ഒരു മലയിലേക്ക് പോയപ്പോൾ അവൻ്റെ ശരീരം രൂപാന്തരപ്പെട്ടു. അവൻ്റെ അകത്തുണ്ടായിരുന്ന ആ മഹത്വത്തിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലൂടെ പുറത്തേക്ക് തെളിഞ്ഞു വന്നു, പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതൊക്കെ ഞാൻ പറയുന്ന ഭാഷാപ്രയോഗങ്ങളാണ്. എത്രത്തോളം അത് അർത്ഥവത്താണ് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ഉയർന്ന മലയിലേക്ക് നിങ്ങൾ കരേറി വരും തോറും നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ പുറത്ത് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. എന്തിനാണ് ഞാൻ ഇത്ര നേരം ഇത് പറഞ്ഞത്? ഇന്ന് രാവിലെ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഇന്ന് രാവിലെ ദൈവാത്മാവിനാൽ ആ ഉയർന്ന മലയുടെ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അകത്ത്, മനസ്സിനകത്ത് കണ്ടമാനം വിഷയങ്ങളില്ലേ? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കള്, അവരുടെ ജോലി, അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ വിവാഹം, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ തലയ്ക്കകത്തുകൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഉയർന്ന മലയിലേക്ക് പോയാൽ നിങ്ങൾക്ക് നോക്കിയേ രൂപാന്തരം കാണാം. നിങ്ങൾക്ക് തേജസ്സിൻ്റെ പ്രദർശനം കാണാം. നിങ്ങൾ ഇനി എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. മറ്റെല്ലാം മറന്നുകൊണ്ട് ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഇന്നലെ നമ്മുടെ ആരാധനയുടെ നടുവിൽ തുറക്കാൻ തുടങ്ങിയ ദൈവമഹത്വത്തിൻ്റെ ആഴമേറിയ പ്രദർശനം ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തെളിഞ്ഞു വരാൻ തുടങ്ങും, തുറന്നു വരാൻ തുടങ്ങും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇതെപ്പോഴാണ് നടന്നത്? ഇത് ഉയർപ്പിൽ നടന്നു കഴിഞ്ഞു. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. കണ്ടോ, നിങ്ങൾ ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കാൻ അധികം സമയം മനസ്സിന് കൊടുക്കല്ലേ. മറ്റ് പലതിൻ്റെ പുറകെ പോകല്ലേ. നിങ്ങൾ ഭാരപ്പെടല്ലേ. ഇന്നലത്തെ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന കയ്പ്,
വിദ്വേഷം ഒക്കെ നിങ്ങളുടെ അകത്ത് കൊണ്ടു നടക്കല്ലേ. നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അനുഭവിക്കല്ലേ. നിങ്ങളുടെ കർത്താവ് ഇപ്പോൾ ഉയരത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി സകലതും നിവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെയുള്ള കാര്യം അന്വേഷിക്കുക, നിങ്ങൾ അവിടെയുള്ള കാര്യം മാത്രം ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾ ഉയരത്തിലേക്ക് കരേറി വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങളുടെ മുറിയിൽ ഈ രാജ്യം തുറന്നു വരും. ഈ രാജ്യം നിങ്ങളുടെ അകത്തുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വെളിപ്പെട്ടു വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ നിങ്ങൾ നിൽക്കുന്ന ഇതിനകത്തുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചാലോ, നിങ്ങളുടെ അകത്തെ രാജ്യമുണ്ട്, അത് നിങ്ങളിൽ തുറന്നു വരും. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉയർന്ന മലയിലേക്ക് കയറി വാ. ഒന്നിനെ കുറിച്ച് ധ്യാനിക്കുക, ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ആ ഉയർന്ന മല മാത്രം ഇന്ന് രാവിലെ അകത്ത് നിൽക്കട്ടെ. ആ ഉയർന്ന മല മാത്രം ഇന്ന് രാവിലെ അകത്ത് നിൽക്കട്ടെ. എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും കർത്താവ് ഇന്ന് രാവിലെ ഹീൽ ചെയ്യാനായി, എല്ലാ മുറിവുകളും കർത്താവ് ഹീൽ ചെയ്യാനായി ഈ മല വെളിപ്പാട് കേൾക്കുന്ന മലയല്ല, ഈ മല വെളിപ്പാട് പറയുന്ന മലയല്ല. ഈ മല ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മലയാണ്. ഈ മലയുടെ പ്രത്യേകത നീ ചിലത് ഡയറക്റ്റ് കാണാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയാത്തൊരു കൂട്ടിമുട്ടൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പകൽ നിന്റെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. ഇന്നലകളിൽ നിന്റെ മനസ്സിനകത്ത് ദൈവാത്മ പിതാവ് തുറന്ന വെളിപ്പാടുകൾ അകത്ത് കിടക്കുമ്പോൾ അടുത്തൊരു തലമുണ്ട്. നീ ഇതുവരെ കാണാത്തൊരു സ്പിരിച്വൽ എൻകൗണ്ടർ സംഭവിക്കാൻ പോകുന്നു. ഒരു സ്പിരിച്വൽ എൻകൗണ്ടറിന്റെ മുറിക്കകത്ത് നടക്കും. ഗ്ലോറിയസ് റിലമിന്റെ മേൽ ഓപ്പൺ ആയിട്ട് വരും. നിന്റെ ബോഡിയെ കവർ ചെയ്യുന്ന ഒരു ഗ്ലോറി റിലമിന്റെ സ്പിരിറ്റിൽ നിന്ന് പുറത്തു വരും. നിന്റെ അകത്തിരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു. അവൻ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. രൂപാന്തരപ്പെട്ടു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ എന്താ സംഭവിച്ചത്? സൂര്യശോഭ പോലെ മുഖം പ്രകാശിതമാകെ മാറി. എങ്ങനെ അവന്റെ മുഖത്തിൽ പ്രകാശം വന്നു? അവന്റെ അകത്ത് ആത്മാവിൽ ഇതുണ്ട്, ആത്മാവിൽ ഈ തേജസ്സുണ്ട്. നിങ്ങളുടെ അകത്തുണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. അവന്റെ വസ്ത്രം വെള്ള പോലെ. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. ഓ ശബഷ്കനാദിനാഥന മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. മരിച്ച മോശയെ അവർ കണ്ടു. മരിക്കാത്ത സ്വർഗത്തിലേക്ക് പോയി ഏലിയാവിനെ അവർ കണ്ടു. The realm of resurrection, the realm of resurrection, the realm of resurrection, the realm of resurrection. മരണത്തെ ജയിക്കുന്ന തലം. ഓ റബ്ബഹത്തുൽഖനാദിന പ്രൗഷസ്കനാദിനാദന ഷസ്കനാദിനാദന ഹത്തുൽ കടകദന. അങ്ങനത്തെ റിലം നിന്റെ ഭവനത്തിൽ ഇപ്പോൾ തുറന്നു വരും. ഓ റബാന ഷസ്കനാദിന പ്രൗഢവന കടകദനം. പരിശുദ്ധാത്മാവേ, അങ്ങനത്തെ ഒരു തലം ഇന്ന് രാവിലെ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ തുറന്നു വരുവാൻ. ഷസ്കനാദിന പ്രൗഢവന കടകദന വൈഷം ലഗത്തുരാധന രഗട്ടസ്കനാദിനാദന രഗത്തുരാധന പ്രൗഢവന കടകജന ഹതുരുവിനി കടകദന ഹത്തുരാധനാര കടക ഷസ്കനാദിനാദന വൈഡ പ്രൗഢവന ഹതുരവന കടകദന ഹത്തുരാധനാര കടകജന വൈഡ പ്രൗഢവന കടകദന ഷസ്കനാദിനാദന പ്രൗഢവന കടകദന വൈഡ പ്രൗഢവന കടകദനം.
അദുരജനഗദുരബനഹശ്വസ്കനാദിനാദന ലംതൽ പ്രൗഷസ്കനാദിനാദന പ്രൗഷസ്കനാദിനാദന നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്ത് ഇതൊരു വിശ്വാസമായി കയറണം കേട്ടോ. നിങ്ങളുടെ മുറിയിൽ ഇങ്ങനൊരു എൻകൗണ്ടർ നടക്കും. നിങ്ങളുടെ മുറിയിൽ ഇങ്ങനൊരു എൻകൗണ്ടർ നടക്കും. നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു തേജസ്സിൻ്റെ വെളിപ്പെടൽ സംഭവിക്കും. നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചു, 5000 പുരുഷന്മാരെ, ശേഷം സ്ത്രീകളും ശേഷം കുഞ്ഞുങ്ങളും അപ്പനുറുക്കുകൾ ഭക്ഷിച്ചു. 5 അപ്പം കൊണ്ട് അവൻ 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. അർത്ഥം അവിടെ ഒരു 15000 പേരുണ്ടായിരിക്കണം. 70 പേർക്ക് അവൻ അധികാരവും ശക്തിയും കൊടുത്തു. 120 പേർ പെന്തക്കോസ്ത് നാളിൽ ദൈവശക്തി അനുഭവിച്ചു. 500 പരം പേർക്ക് അവൻ പ്രത്യക്ഷനായി. പക്ഷെ അവൻ ആരാണെന്നുള്ള വെളിപ്പാട് അവൻ കൊടുത്തത് പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ഇത് സ്വർഗസ്ഥനായ ദൈവം തുറന്നു കൊടുത്തതാണ്. അവൻ ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയ പത്രോസിൽ നിന്ന് ആ വാക്കുകൾ അടർന്നു വീണപ്പോൾ ഫിലിപ്പിൻ്റെ കൈസിൽ വെച്ച് 12 പേരടങ്ങുന്ന കൂട്ടത്തിൻ്റെ മുമ്പിൽ അവൻ സഭയുടെ വെളിപ്പാട് തുറന്നു കൊടുത്തു. സഭയുടെ വെളിപ്പാട് തുറന്നു കൊടുത്തു. എന്നിട്ട് സഭയ്ക്കകത്തുള്ളവൻ അവൻ്റെ ജീവനെ ജയിക്കേണ്ട മേഖല പറഞ്ഞു കൊടുത്തു. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് ദിവസവും എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ തേജസ്സിൻ്റെ വെളിപ്പാട്, മഹിമയുടെ വെളിപ്പാട്, രാജ്യത്തിൽ അവൻ വെളിപ്പെട്ട് നിൽക്കുന്നത്, അവൻ രൂപാന്തരപ്പെടുന്നത് 12 പേര് കണ്ടില്ല, 500 പേരും കണ്ടില്ല. അപ്പോൾ കേട്ടോ, ഞാൻ ആ എണ്ണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 500 അതിന് ശേഷമാണ്, ഉയർപ്പിന് ശേഷമാണ്. 70 പേര് കണ്ടില്ല, അങ്ങനെ പറയാലോ അല്ലേ. 70 പേര് കണ്ടില്ല. 12-ൽ 9 പേര് കണ്ടില്ല. 3 പേരെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ മുമ്പാകെ ഇത് വെളിപ്പെട്ടു. ഇന്ന് രാവിലെ നമ്മൾ ഇത്രയും പേര്, സാധാരണ ഞാൻ ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട്, തിങ്കളാഴ്ച കയറാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ചിലരിന്ന് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എങ്കിലും നമ്മൾ ഇത്രയും പേര്, 46 പേര് ഇപ്പം ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങളുടെ മുറിയിൽ ഇങ്ങനത്തെ ഒരു എൻകൗണ്ടർ നടക്കുമോ? ഇപ്പോൾ നടക്കുമോ? ഇപ്പോൾ സമയം 6:20 ആകുന്നു. അടുത്തൊരു 10 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. എൻകൗണ്ടറുകൾ നടക്കുന്നത് വലിയ കൂട്ടത്തിൻ്റെ നടുവിലല്ല. വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ അഭിഷേകത്തിൻ്റെ പകർച്ച നടക്കാറുണ്ട്, ദൈവവചനത്തിൻ്റെ റേമ തുറക്കാറുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്, വചനം മഴ പോലെ പെയ്യാറുണ്ട്. ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള മഹത്വകരമേറിയ ഒട്ടുമിക്ക എൻകൗണ്ടറുകളും നടന്നിട്ടുള്ളത് അവർ വ്യക്തിപരമായി പ്രാർത്ഥിച്ചപ്പോഴോ 2-3 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോഴോ ആണ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു 5-10 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ദീർഘ ടൈം ഈ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് ഒന്നും പറയാതെ നിർത്താറില്ല. പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് അല്പനേരം പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള മറ്റെല്ലാ കണ്ടമാനം ഭാരമകത്തുണ്ട്. തലമുറകളുടെ ഭാരം, അവരുടെ ഭാവി ഒന്നുമാകുന്നില്ല, വീട്ടിലെ വിഷയങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്ത്. ഇതെല്ലാം നമ്മുടെ ചിന്തയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സകല വിചാരങ്ങളെയും അവനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയിട്ട് നമുക്കും കർത്താവിനും ഒറ്റയ്ക്ക് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്കൊന്ന് പോകാം.
ആ മനസ്സിനകത്ത് ആ ഉയർന്ന തലത്തിലേക്കൊന്ന് പോകാൻ പറ്റുന്നുണ്ടോ? ഉയരത്തിലുള്ള വലത്തുഭാഗത്ത്, പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ള പുത്രൻ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനെ ഇരുത്തിയിരിക്കുന്ന സ്ഥലമായ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കാൻ പറ്റുമോ? അവിടെ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവിടെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, അവിടെ നമുക്കൊരു വക്കീലുണ്ട്, അവിടെ നമുക്കൊരു ടെസ്റ്റേറ്ററുണ്ട്, അവിടെ നമുക്കൊരു എക്സിക്യൂട്ടറുണ്ട്, അവിടെ നമുക്കൊരു വിൽപത്രമുണ്ട്. ഉണ്ടോ നിങ്ങളെൻ്റെ കൂടെ? അവിടെ പുതിയ ഉടമ്പടിയുടെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. എന്തോരം കാര്യങ്ങളാണ് അവിടുത്തെ ചിന്തിക്കാനുള്ളത്. ഇത് ചിന്തിക്കും തോറും നിങ്ങൾ വളരാൻ തുടങ്ങും. ഇത് ചിന്തിക്കും തോറും നിങ്ങളുടെ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ തുറക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ കുഴപ്പം, നമ്മൾ ആയുസ്സിൽ ചിന്തിക്കുകയില്ല. പന്നിക്കൊരു സ്വഭാവമുണ്ട്. പന്നി ഒരു ദിവസമാണ് ഇന്നു മുതൽ ഞാൻ എന്നും ആകാശത്തിലേക്ക് നോക്കുമെന്ന് തീരുമാനിക്കുന്നവർ. അത് പന്നി ഒരു ദിവസം തീരുമാനിക്കും. പിന്നെ പക്ഷെ പന്നിക്ക് അതിന് ശേഷം ഒരിക്കൽ പോലും നോക്കാൻ പറ്റുകയില്ല. എന്താ പന്നി, ഇന്നലെ നീ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്താ നോക്കാത്തത്? പന്നി അത് തീരുമാനിക്കുന്നത്. ഞാൻ കേട്ടൊരു കഥയാണ്. തന്നെ കൊല്ലുന്ന സമയത്താണ് താൻ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കുന്നത്. അപ്പോഴാണ് താൻ കാണുന്നത്, ഇത്ര മനോഹരമായിരുന്നോ ഈ ആകാശം. എന്നും ഭൂമിയിലേക്ക് നോക്കി, എന്നും ഭൂമിയിലുള്ളത് നോക്കി, എന്നും ഭൂമിയിലുള്ള ചെളി തിന്നുകൊണ്ട് നടന്ന പന്നി അത് കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യമായിട്ട് ആകാശം ഇത്ര മനോഹരമാണെന്ന് കാണുന്നത്. ദയവ് ചെയ്ത് നമുക്ക് താഴേക്കുള്ള നോട്ടം മനഃപൂർവ്വമായിട്ട് മാറ്റാൻ ശ്രമിക്കാം. ദയവ് ചെയ്ത് നമ്മുടെ കുടുംബം ഇതെല്ലാം വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, ഇതൊക്കെ വേണ്ടപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമുക്കിന്ന് രാവിലെ തല ഉയർത്തി നമുക്ക് ആ ഹെവനിലുള്ള പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനിലുള്ളത് മാത്രമെന്ന് അന്വേഷിക്കാം. നിന്നെ പൂർണ്ണമായിട്ട് അവൻ രക്ഷിക്കുന്നവനാണ്. നിനക്കവൻ ജീവൻ, അപ്പവും മാംസവും തരുന്നവനാണ്. നിന്നെ അവൻ പോഷിപ്പിക്കുന്നവനാണ്. നിനക്ക് വേണ്ടി അവൻ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുകയാണ്. പാപത്താലും മരണത്താലും നിന്നിൽ വാഴുന്ന സകലതിനെ നിർത്തലാക്കി നിന്നെ അവനെ പോലെയാക്കുന്ന അവൻ്റെ കരം തുറന്നു വരികയാണ്. അടുത്ത ചില മിനിറ്റുകൾ നിങ്ങൾ അവനെ മാത്രം ധ്യാനിച്ച് നിന്നെ അവനെ പോലെയാക്കാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. നിന്നെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായി പിതാവാം ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ് എന്ന വെളിപ്പാടകത്ത് വെച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളും മറന്നുകൊണ്ട് അവനെ മാത്രം ധ്യാനിച്ച് അടുത്ത ചില മിനിറ്റുകൾ ഒരു ആവശ്യമില്ലാതെ എനിക്ക് അവനെ പോലെയാകണം, എനിക്ക് രാജ്യത്തിൻ്റെ മഹിമ കാണണം, എനിക്ക് രാജ്യത്തിൽ ഞാൻ നിൽക്കുന്ന അനുഭവം എൻ്റെ അകത്ത് വെളിപ്പെട്ട് വരണം. ഇങ്ങനെയുള്ള ദൈവരാജ്യ ചിന്തകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ഇനി ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ സ്പിരിച്വൽ റിലം നിങ്ങളുടെ ഭവനത്തിനകത്ത് തുറന്നു വരും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ഗ്ലോറിയസ് എൻകൗണ്ടർ നടക്കും. ഷാഭാര ഷസ്കനാദിന ഏഞ്ചലിക് റിലം നിങ്ങളുടെ ഭവനത്തിനകത്ത് തുറന്നു വരും. ഷസ്കനാദിനാദന പ്രൗഢവനഘടകന അത്തൽ പ്രൗഢവനഘടക സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പണായി വരും. കൃപയുടെ വരങ്ങൾ തുറന്നു വരും. ഷസ്കർ വിഷൻ വേൾഡ് ഓപ്പൺ ആയി വരും. അങ്ങനത്തെ ഒരു ആത്മതലം ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉയർന്ന തലത്തിലേക്ക് കരേറി വരികയാണ്. ലിബത്തുരാധന പ്രൗഷസ്കനാദിനാദന പ്രൗഢമനഘടകധന ഹത്തുൽഘടകധനാരഘട്ട അന്തരാദിനാദന പ്രൗഢമനഘടകധന ഹർഷസ്കനാദിനാദനം പല കുടുംബങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ഇങ്ങനെ ഒരു റിലം തുറക്കുകയാണ്. ഇങ്ങനത്തെ ഒരു തലം തുറന്നു വരികയാണ്. ഇത് നിങ്ങൾക്ക് അപ്രാപ്യമായ ഒരു തലമല്ല.
ഇത് ദൈവാത്മാ നിങ്ങളുടെ മേൽ തുറക്കുന്ന ഒരു സ്പിരിച്വൽ റിലമാണ്. ഇതിന്റെ ഹയർ ഇലങ്ങൾ തുറന്നു വരും. ഇത് ഒരു രൂപാന്തരമായി വെളിപ്പെട്ടു വരും. ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് നടക്കുന്ന രൂപാന്തരമല്ല. ഇത് നിങ്ങളുടെ ആത്മാവിനകത്ത് സംഭവിക്കുന്നത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ആത്മാവിൽ സംഭവിച്ചതിന്റെ പ്രത്യക്ഷ ലക്ഷണമായി നിങ്ങളുടെ മനസ്സിനകത്ത് സംഭവിച്ച് ഒടുവിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറി, ശരീരത്തിന്റെ ഘടനകൾ മാറി, നിങ്ങൾ ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് എൻ്ററാകാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചില വ്യക്തികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആനി ജെയ്സൺ അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. സ്പിരിച്വൽ റിലം ഭവനത്തിനകത്ത് തുറന്നു വരുന്നു. അതിന് പല മേഖലകളെ രൂപീകരിക്കാനുണ്ട്, അതിന് പല മേഖലകളെ സ്വാധീനിക്കാനുണ്ട്. അതിന് പലതിനെ ക്രോഡീകരിക്കാനുണ്ട്. ഒരു പ്രത്യേക സ്വാധീനത സ്പിരിച്വൽ റിലമിന്റെ ഭവനത്തിനകത്ത് തുറക്കാൻ പോകുന്നു. റാണി ജെയ്സൺ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. ഷാഫല അത്തല ജനത്തിരീപിനി ശകസ്കനാദിന പ്രൗഢമന ഘടകതന വൈഷപ്രൗഢമന ഘടകതനം ലിബന്തുരാപന പ്രൗഢമന ഗജുനപതിരി ഹത്തുൽ പ്രൗഷപന ഹതുരിബിനി ഘടകതനം. ലബത്തുരാധനാരക പ്രൗഢവന ഘടകതന. ഈ സ്നേഹ സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ, അങ്ങനെ പ്രാർത്ഥിക്കണേ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നോട് ഇടപെട്ടതാണ് ഈ കാര്യം. സിസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവഹിതത്തിലേക്കുള്ള തിരിച്ചൽ സംഭവിക്കുന്നു. ലമന്തുരാധന ഇന്നലകളിൽ തിരിയാത്ത തലത്തിൽ ദൈവാത്മാവ് ഒരു തിരിച്ചൽ കൊണ്ടുവരികയാണ്. സ്പിരിച്വൽ റിലം ഭയങ്കര ട്വിസ്റ്റിംഗ് കൊണ്ടുവരുന്നു. ഭയങ്കര ട്വിസ്റ്റിംഗ്. സ്പിരിച്വൽ റിലം ഓപ്പൺ ആയി വരുന്നത് ജീവിതത്തെ ഭയങ്കരമായി തിരിക്കാൻ പോകുന്നു. ജീവിതം അത് കുടുംബത്തെ തിരിക്കുന്നതാണത്. ഇതുവരെ സ്വാധീനിക്കാത്തതുപോലെ ആത്മതലങ്ങളെ സ്വാധീനിക്കുന്ന സ്പിരിച്വൽ അധികാരങ്ങൾ നിന്റെ മേൽ തുറക്കുന്നു. നിർമ്മല സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ ക്ലാരിറ്റിയിലേക്ക്, ഒന്നുകൂടെ മഹിമയിലേക്ക്, ഒന്നുകൂടെ കൃത്യമായ മേഖലകൾ ദൈവാത്മാവ് തുറന്ന് ചില പ്രത്യേക കൈമാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഉണ്ട് കേട്ടോ, കൈമാറ്റങ്ങൾ സംഭവിക്കും. ഇവിടെ കൈമാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ കൈമാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ പകർച്ചകൾ സംഭവിക്കും. കാണത്തക്കവണ്ണമുള്ള ദൈവിക ഘടകങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. സ്പിരിച്വൽ റിലത്തിനകത്ത് ഉയർന്ന മേഖലകൾ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. ചില പ്രത്യേക പൊസിഷനുകൾ ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങും. ഈ ഡെയ്സി ഡേവിഡ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് അങ്ങനത്തെ മേഖലകൾ ഓപ്പൺ ആക്കുന്നു. ഹയർ ഇലങ്ങൾ തുറക്കുന്നു. ഉയർന്ന മലയിലേക്ക്, മറ്റെല്ലാറ്റിൽ നിന്നും ദൈവാത്മാവ് അടർത്തിയെടുത്ത് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലതവന് പകരാനുണ്ട്. നീ താഴെ നിൽക്കാനുള്ളവളല്ല. ദൈവം നിനക്ക് വെളിപ്പാട് തന്നത്
ദൈവം നിനക്ക് ക്രിസ്തു വെളിപ്പാട് തന്നത്, ദൈവം നിനക്ക് സഭയുടെ വെളിപ്പാട് തന്നത് ചിലതിനെ മാനിഫെസ്റ്റ് ചെയ്ത് കാണിക്കാനാണ്. ഈ ശുഭാവർഗീയ സിസ്റ്ററെ, എനിക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. വീട്ടിലത്തെ പരിശുദ്ധാത്മാവ് അങ്ങനെ അങ്ങനെ ശബനഘട കഴിഞ്ഞ ദിവസം ദൈവാത്മ പറയുന്ന ദൂതുകൾ ഞാൻ കേട്ടതാണ്. ശബൽഘടകഥന എല്ലാറ്റിൽ നിന്നും ദൈവാത്മ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അതെവിടെയാ സംഭവിക്കുന്നത്? അത് മനസ്സിനകത്തല്ലേ സംഭവിക്കുന്നത്? അത് മനസ്സിനകത്തല്ലേ സംഭവിക്കുന്നത്? ഞാൻ ഈ രാവിലെ അതിനായി പ്രാർത്ഥിക്കുന്നു. ശബൽഘടകഥന ഹതുരപനഘട ഉയർന്ന മലയിലേക്ക് വാ, ഉയർന്ന മലയിലേക്ക് വാ, ഉയർന്ന മലയിലേക്ക് വാ. ശബാലഭ ഹതുരാധന രഗപ്രൗഷപനഘടകഥനം ഉയർന്ന മലയിലേക്ക് വാ, ഉയർന്ന മലയിലേക്ക്. ശാപാരാപന ഹത്തരാദിനാദന 5 സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ, അങ്ങനെ പ്രാർത്ഥിച്ചു. ഉയർന്ന മലയിലേക്ക് പോരെ. ഓ റാഭ ഹത്തൽ കടക അതിന്റെ വിടുതലുകൾ അഭികയിൽ അങ്ങനെ അതിന്റെ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും. ഉയർന്ന മലയിൽ വെളിപ്പെട്ടു വരുന്നവ ശബല കടകഥന ഹസ്സസ്കനാദിനാദന പാൻ ദൈവങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളല്ല. അവിടെ വെളിപ്പെട്ടു വരുന്നവ മഹത്വമുള്ളവനാണ്. അവിടെ ഇറങ്ങി വരുന്നവ ആകാശത്തിൽ നിന്നുമാണ്. ഇത് 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 ഓ റാഹത്തൽ കടകഥന ഇത് പാതാളത്തിന്റെ വാതിലല്ല, ഇത് ഹെവന്റെ വാതിലാണ്. ഹെവന്റെ വാതിൽ, ഹെവന്റെ വാതിൽ തുറന്ന്, ഹെവന്റെ വാതിൽ തുറന്ന് ഹെവൻലി എൻകൗണ്ടറുകൾ നടക്കുന്നു, ഹെവൻലി എൻകൗണ്ടറുകൾ നടക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹെവൻലി എൻകൗണ്ടറുകൾ സംഭവിക്കും. ഡോറി സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു. ഓ റാഭ ഹർഷസ്കനാദിന ഹന്തൽ കടകഥന ഷസ്കനാദിനാദന രാജീവ് ജോൺ ബ്രദർ അങ്ങനെ പ്രാർത്ഥിച്ചു. ഗ്രേസി ടീച്ചർ അങ്ങനെ പ്രാർത്ഥിച്ചു. ലീലാമ സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു. സദാശിവം ബ്രദർ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. മനസ്സിനകത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അതിനെ മൊത്തം ഇന്ന് രാവിലെ പൊട്ടിക്കുവാൻ കരുത്തുള്ള അവന്റെ ജീവൻ തുറക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു ഞാൻ. റോസ്ലി ജോസഫ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. മോനെ ക്രിസ്ത്യൻ സോജി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശബൽ പ്രൗഢവന ഹതുരവന ഘടകഥന പ്രമീള സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുറക്കട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ലിനി അഗസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശബൽ പ്രൗഢവന ഘടകഥനം പ്രഭാ ജോർജ് ഉഷാ രാമകൃഷ്ണൻ അഞ്ജു ലിജോ ഷാഭ ലഗത്തിരി ദിരി പ്രൗഷബന ഹതുരബന ഘടകഥന തോമസ് ബ്രദർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഷലോം ഷാറഗത്തുന ലില്ലി ആന്റി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഷബൽ ഘടകഥന ഷസ്കനാദിനാദന ജേക്കബ് ബ്രദർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. വള്ളിയമ്മ സിസ്റ്റർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രോട്ടോ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ജെസ്സി ജേക്കബ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോളി പൗലോസ് അതങ്ങനെ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മിനി മറിയം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തുറന്നു വരാൻ, തുറന്നു വരാൻ, തുറന്നു വരാൻ. ഭിന്നി വിൽസൺ ഓറ ഷഹസ്കന ലിഗത്തുരാധൻ അപ്രൗഷമന ഭിനബാലോകബാലൽ ജോൺസൺ പാസ്റ്റർ സുനിത സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഓരോ വ്യക്തികൾക്ക് വേണ്ടി സൂസമ സിസ്റ്റർ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രകാം സിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷസ്കന ലിഗത്തുരാദന പ്രൗഢവന ഹട്ടസ്കനാദിന ലിനിയ പ്രകാം സിസ്റ്റർ ഓ ഷഫാന അശ്വസ്കനാദിന ഇതിന്റെ റിലങ്ങളുണ്ട്, ഇതിന്റെ റിലങ്ങളുണ്ട്, ഇതിന്റെ തലങ്ങളുണ്ട്. ഓ ഷസ്കന പ്രത്യേകമായ അവന്റെ വാക്കുകൾ മാത്രം കേട്ട് അവന്റെ ഹൃദയത്തിനകത്തുള്ള ലക്ഷ്യത്തിലേക്ക് നടത്തുന്നവന്റെ ഓ ശബൽ കടകഥന വായിട പ്രൗഢവന ഷസ്കനാദിന
ആഷസ്കനാദിന റഗട്ടസ്കനാദിന ഷീലയിപ്പ ഞാൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു, പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഹോഷാസ്കന തലമുറകൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളിലെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പിശാച് നിങ്ങളെ വലയ്ക്കരുത്, പിശാച് നിങ്ങളെ തകർക്കരുത്, പിശാച് നിങ്ങളെ ഒട്ടയ്ക്കരുത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കണം, ഇങ്ങനത്തെ ഒരു തല നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരും. അവിടെ നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ വാക്കുകൾ വേറെ വാക്കുകളായി മാറും. നിങ്ങളുടെ ശരീരത്തിന്മേൽ മറ്റൊരു ശക്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങി. എൻ്റെ യൗവനകാലത്ത് 1998 ഞാൻ എൻ്റെ ശരീരത്തിൽ, ഞാൻ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവശക്തി ഇറങ്ങി വന്ന് ഞാൻ തെറിച്ചു വീഴുന്നത്. ഞാൻ ഒറ്റ കാര്യം, ഇങ്ങനൊരു ശക്തി ഉണ്ടെങ്കിൽ എനിക്കത് അനുഭവിക്കണം. ഇങ്ങനത്തെ ഒരു മേഖല ഉണ്ടെങ്കിൽ എനിക്കത് തുറന്നു കിട്ടണം. നിങ്ങൾ വിശ്വസിക്കണം. മറ്റെല്ലാറ്റിൽ നിന്നും വേർപെട്ട് ഞാൻ ഒറ്റയ്ക്ക് ദിവസം ഇരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ 7ാമത്തെ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ. ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആരാധനയിൽ ഭയങ്കര ദൈവശക്തി ഇറങ്ങി വന്നു. ഞാൻ തെറിച്ചു വീണു. തൊട്ടടുത്ത ദിവസം എൻ്റെ ആത്മാവ് ഓപ്പണാകാൻ തുടങ്ങി. എൻ്റെ ആത്മാവിൽ എനിക്ക് കൃത്യമായ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആത്മാവിൽ കേൾക്കുന്ന ശബ്ദം ഒരു വ്യക്തി മരിച്ചു പോകുമെന്നാണ്. തൊട്ടടുത്ത രാത്രിയിൽ എൻ്റെ മുറിയിൽ ദൈവത്തിൻ്റെ ദൂതനിറങ്ങാൻ തുടങ്ങി. ദൂതനിറങ്ങി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സ്പിരിച്വൽ റിലം ഓപ്പണായാൽ എല്ലാ മേഖലകളും തുറന്നു വരാൻ തുടങ്ങും. അതെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിവതും പ്രാർത്ഥനാ സെക്ഷനുകൾ ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. വെളിപ്പാടുകൾ അത് ആക്ടിവേറ്റ് ആകുന്നവ നമ്മുടെ പ്രാർത്ഥനാ മുറികളിലാണ്. നമുക്കൊരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് സെക്ഷൻ നിർത്താം. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്കിതിൻ്റെ തുടർഭാഗങ്ങൾ നാളെ രാവിലെ നമുക്ക് വീണ്ടും ധ്യാനിക്കാം. ദൈവാത്മാവ് ആഴങ്ങൾ തുറക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ ദൈവാത്മാവിനാൽ ഉള്ള അനുഭവങ്ങളാണെങ്കിൽ നിങ്ങളത് പങ്കിടാൻ മടിക്കരുത്. കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരകത്തത് വിശ്വാസം വർദ്ധിപ്പിക്കും. മറ്റുള്ളവരിലേക്ക് ഈ പകർച്ചകൾ കൊണ്ടുവരും. നിങ്ങളുടെ അനുഭവങ്ങൾ ദൈവം തരുന്നതാണെങ്കിൽ, അത് ദൈവരാജ്യ വികസനത്തിനാണെങ്കിൽ, അത് എല്ലാവർക്കും അനുഗ്രഹമായി മാറും. ഞാനൊരു വാക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതെ, ഇങ്ങനത്തെ റിലങ്ങൾ അതിൻ്റെ ഹയർ മേഖലകളിൽ നിങ്ങളുടെ മേൽ തുറന്നു വരാൻ തുടങ്ങും. നിങ്ങളുടെ മുറികളിൽ ഇതുവരെ കാണാത്ത പലതും നിങ്ങൾ കാണാൻ തുടങ്ങും. പൊഴിഞ്ഞു വരും. ഹെവനിൽ നിന്ന് മേഖലകൾ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ ഹെവനിൽ പോകുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ആത്മാവ് യാത്ര ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ സ്പിരിച്വൽ മാൻ, നിങ്ങളുടെ ബോഡി യാത്ര ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാകും. സ്പിരിച്വൽ റിലം നാം ചിന്തിക്കുന്ന പോലെയല്ല. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അതിനിടയിൽ കണ്ടമാന സംഭവങ്ങൾ നടന്നു. അത് ബൈബിൾ വിശദമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തോടുകൂടെ ദൈവാത്മാവനെ നക്ഷത്രങ്ങളിലേക്ക് കൊണ്ടുപോയി പല കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുമായിരുന്നു. സ്പിരിച്വൽ റിലം മാധുര്യമേറിയതാണ്, മഹത്വകരമായതാണ്. അവനോടുകൂടെ നമ്മെ ക്രൂശിച്ചിരിക്കുന്നു. അനുദിനവും നാം മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മരണത്തിനപ്പുറം 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. റിസറക്ഷൻ്റെ റിലത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഞാനൊരു പ്രാർത്ഥന കൂടാതെ ആശ്വാദത്തോടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമെടുത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും എന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം.